ബേപ്പൂർ അഴീക്കൽ തുറമുഖത്തിന് സമീപം അപകടത്തിൽപ്പെട്ട സിംഗപ്പൂർ ചരക്ക് കപ്പലിന് തീപിടിക്കുന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ജീവനക്കാർ രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് ടഗ് ബോട്ടിലാണ് ജീവനക്കാർ രക്ഷപ്പെടുന്നതായി കാണുന്നത്. കപ്പൽ ജീവനക്കാരാണ് ഈ ദൃശ്യം പകർത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. 24 എക്സ്ക്ലൂസീവുമായി സലീം മാലിക് കൂടി ചേരുന്നു. സലീം, ഇപ്പോൾ ഈ ദൃശ്യങ്ങളൊന്ന് കാണുക. കാര്യം ലൈഫ് ജാക്കറ്റ് ഇട്ട് കടലിലേക്ക് ചാടാൻ ഒരുങ്ങുന്ന കപ്പൽ ജീവനക്കാരുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. അവിടെ പരിഭ്രാന്തി നിറഞ്ഞ ആ നിമിഷത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയത് കപ്പൽ ജീവനക്കാർ തന്നെയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാര്യം കപ്പലിന് തീപിടിച്ചു എന്നറിഞ്ഞ നിമിഷമാണ്. ആ നിമിഷങ്ങളിലുള്ള നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓരോ ജീവനക്കാരൻ്റെയും മുഖത്ത് മിന്നി പറയുന്ന പരിഭ്രാന്തിയുടെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കപ്പൽ തീപിടിച്ചു തുടങ്ങിയ സമയത്തുള്ള ദൃശ്യങ്ങളാണ് ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ, നിർണായക ദൃശ്യങ്ങളാണ് 24-ന് കിട്ടിയത്. കപ്പൽ ജീവനക്കാർ തന്നെ പകർത്തിയെന്ന് പറയുന്ന ദൃശ്യങ്ങളാണ്. എന്നാൽ കപ്പലിൻ്റെ നിയമം അനുസരിച്ച് കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഏറ്റവും അവസാനം മാത്രമേ കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. യഥാർത്ഥത്തിൽ ഈ ഓരോ ജീവനക്കാരൻ്റെയും പേടിയും സങ്കടവും ഒക്കെ തന്നെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോൾ സലീം മാലിക് കൂടി നമുക്കൊപ്പം ശരിയാണ്. സലീം മാലിക്, വിവരങ്ങൾ. SKN കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൻ്റെ ഏറ്റവും അടുത്തു നിന്നുള്ള ദൃശ്യങ്ങൾ അതാണിപ്പോൾ 24 പുറത്തുവിടുന്നത്. വളരെ പേടിപ്പെടുത്തുന്ന, വളരെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കാരണം ആ സമയത്ത് തന്നെ, ഈ അപകടം തുടങ്ങുന്ന സമയത്ത്, കപ്പൽ തീ പിടിക്കുന്ന സമയത്ത് അതിലുണ്ടായിരുന്ന ജീവനക്കാർ തന്നെ രക്ഷപ്പെടുന്നതിനിടയിൽ പകർത്തിയ ദൃശ്യങ്ങളാണ്. അവരുടെ മുഖത്ത് തന്നെ ആ ഭീതിയും ആശങ്കയും ഒക്കെ കാണാം. ഈ ടഗ് ബോട്ടിലേക്ക്, അതായത് ഒരു റെസ്ക്യൂ ബോട്ട് എല്ലാ വലിയ കപ്പലുകൾക്കും ഒപ്പമുണ്ട്. ഈ റെസ്ക്യൂ ബോട്ട് ഇജക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇവർ ഇതിലേക്ക് ചാടുന്നത്. ഈ ഇടയ്ക്കിടെ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ തന്നെ മോക്ക് ഡ്രിൽ പോലെ ഇത്തരത്തിൽ ഏതെങ്കിലും അപകടം സംഭവിച്ചാൽ ജീവനക്കാർക്ക് രക്ഷപ്പെടാനുള്ള മോക്ക് ഡ്രിൽ ഈ കപ്പലുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്താറുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായി അവർക്ക് പരിശീലനം നേരത്തെ കിട്ടിയതാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു അപകടം ഉണ്ടാകുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതും. അതുകൊണ്ടാണ് ഇവർ ഈ ഇജക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ബോട്ടിലേക്ക്, ഈ റെസ്ക്യൂ ബോട്ടിലേക്ക് പോവുകയും ചെയ്യുന്നത്. അതിലെ ജീവനക്കാർ 18 ജീവനക്കാരാണ് ഈ നിലയിൽ രക്ഷപ്പെടുന്നത്. 4 ജീവനക്കാർ ഇപ്പോഴും എവിടെയെന്നറിയില്ല. അവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിലാണ് ഇവർ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. മാത്രമല്ല ഈ കപ്പൽ കത്തുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിനുശേഷം ഇവർ ഈ കപ്പലിൽ നിന്നും മറ്റൊരു ബോട്ടിലേക്ക്, റെസ്ക്യൂ ബോട്ടിലേക്ക് ചാടുന്നതും അതിനുശേഷം അവർ കപ്പൽ കത്തുന്നതിൻ്റെതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. കപ്പൽ ഒരു ഭാഗത്തു നിന്ന് കത്തുകയും മറുഭാഗത്തു നിന്ന് വലിയ നിലയിൽ പുക ഉയരുന്നതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 22 ജീവനക്കാരായിരുന്നു ഈ കപ്പലുണ്ടായിരുന്നത്. അതിൽ 18 പേരാണ് ഈ നിലയിൽ ചാടിയത്. അവർ ഇപ്പോഴും പലവിധ ആശുപത്രികളിൽ, മംഗളൂരുവിൽ ഉൾപ്പെടെയുള്ള ആശുപത്രിയിൽ അവരെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിനിടയിൽ നിന്നാണ് ആ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് ആ ദൃശ്യം പകർത്തുമ്പോഴും അയാളുടെ മുഖത്തുള്ള ഭീതിയൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാനും കഴിയും. 140-ലേറെ കണ്ടെയ്നറുകളായിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി അമരുന്നതും മറുഭാഗത്തു കൂടി വലിയ പുക ഉയരുന്നതും ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതിനുശേഷമാണ് ഇതൊരു വലിയ അഗ്നിഗോളമായി മാറുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോഴും ആ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. വിവിധ രക്ഷാ സേനകൾ ഈ കടലിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ആ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ഇപ്പോഴും പൂർണ്ണമായും തീ അണയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യവുമുണ്ട്. കൂടുതൽ ഫോഴ്സിനെ എത്തിക്കുമെന്ന് ഇന്നലെയും ഇവർ അധികൃതർ വ്യക്തമാക്കിയതാണ്. അതിന് പിന്നാലെ ഈ കപ്പൽ ചരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നൊരു വിവരവും വന്നതാണ്. ചരിഞ്ഞു തുടങ്ങുകയാണെങ്കിൽ അത് കേരള തീരത്തിന് മുഴുവൻ ആകാംക്ഷയായി കപ്പൽ പൂർണ്ണമായും മുങ്ങിയാൽ ഒരു വലിയ ആശങ്കയായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം വലിയ വ്യാപ്തിയുള്ള അപകടമാണ് എന്നതിൻ്റെ കൂടി ഒരു നേർക്കാഴ്ചയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. കാരണം അത്രയും 140-ലധികം കണ്ടെയ്നറുകൾ, ആ കണ്ടെയ്നറുകളുടെ ഒരു ഭാഗം തീ പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ വരെയായി അത് പൂർണ്ണമായും തീ പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പൂർണ്ണമായും ആ കപ്പൽ കത്തി അമരാനും അത് കപ്പൽ കടലിലേക്ക് വീഴാനുമുള്ള സാധ്യത ഉൾപ്പെടെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയതാണ്. അതിന് പിന്നാലെ തന്നെ ഗുരുതരമായ പാരിസ്ഥിതികാഘാതവും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്യും. കേരള തീരത്ത് തന്നെ 2 ആഴ്ചയുടെ ഇടവേളയിൽ ഉണ്ടാകുന്ന 2ാമത്തെ അപകടമാണ് എന്നുള്ളതുകൂടി ഇതിൻ്റെ ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വടക്കൻ തീരദേശ മേഖലയിലെ നിവാസികൾ, എവിടെയുള്ള ആളുകളെയൊക്കെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുന്ന ഒരു അപകടമാണ്. അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ കണ്ടെയ്നറുകളുമായി വന്നാണ് നേരത്തെ മറ്റൊരു കണ്ടെയ്നർ 2 ആഴ്ച മുൻപ് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണത്. പക്ഷേ അതിനേക്കാൾ വലിയ പരിസ്ഥിതി ആഘാതം ഉണ്ടാവുക ഈ അപകടത്തിനാണ് എന്നുള്ളതും പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം അത് കത്തി അമരുന്നത് കൊണ്ടും ഒപ്പം തന്നെ വളരെ വേഗത്തിൽ തന്നെ രാസപദാർത്ഥങ്ങൾ ഉൾപ്പെടെ കടലിൽ വീണാൽ കടലിനെ ദോഷകരമായി ബാധിക്കാവുന്ന രാസപദാർത്ഥങ്ങൾ ഉൾപ്പെടെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 20
കണ്ടെയ്നറുകളിൽ കീടനാശിനി മാത്രമാണ് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളും കണക്കുകളും പുറത്തു വരുന്നുണ്ട്. അത് നേരത്തെ ഉണ്ടായിരുന്ന കപ്പലിൽ ഉണ്ടായിരുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ ഈ കണ്ടെയ്നറുകളിൽ എന്ത് എന്നതിൻ്റെ പൂർണ്ണമായ പട്ടിക പുറത്തു വിട്ടിട്ടില്ല. അപ്പോഴും 20 കണ്ടെയ്നറുകളിൽ കീടനാശിനി എന്നൊരു വിലയിരുത്തലുണ്ട്. ഒപ്പം തന്നെ 4900 കിലോഗ്രാം രാസവസ്തുക്കൾ മറ്റൊരു കണ്ടെയ്നറിൽ ഉള്ളതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മത്സ്യസമ്പത്തിനെ ഉൾപ്പെടെ ഗുരുതരമായി ബാധിക്കാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ MSC Elsa 3 മുങ്ങിയപ്പോൾ ഇത്തരത്തിൽ ഒരു പട്ടിക പുറത്തുവിട്ട് സർക്കാർ പുറത്തുവിട്ടിരുന്നത് കോടതി നിർദ്ദേശപ്രകാരമാണ്. ഒടുവിൽ ആ പട്ടിക സർക്കാർ പുറത്തുവിട്ടത്. അതിന് സമാനമായി ഈ 140 കണ്ടെയ്നറുകളിൽ എന്ത് എന്ന പട്ടിക കൂടി സർക്കാർ പിന്നാലെ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും വലിയ ആശങ്ക കേരള തീരത്തിന് ഉണ്ടാക്കിയ ആ അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. 4 മിനിറ്റിലധികമുള്ള ദൃശ്യമാണ്, 4 മിനിറ്റ് 20 സെക്കൻഡിലധികമുള്ള ദൃശ്യമാണ് നമുക്ക് ലഭിച്ചത്. ആ ദൃശ്യത്തിൽ നിന്നാണ് കപ്പലിലെ തന്നെ ഒരു ജീവനക്കാരൻ ഈ രക്ഷാപ്രവർത്തനം കടലിലേക്ക് ചാടുന്നതിന്, മറ്റൊരു ബോട്ടിലേക്ക് ചാടുന്നതിന് മുൻപ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. അതിനുശേഷം ഇവർ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഒരു വിമാനം മുകളിൽ കൂടി പോകുന്നതും കാണാം. എയർ റെസ്ക്യൂ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ സഹായം പരിശോധിച്ചതുമാണ്. ആ ഘട്ടത്തിന് ശേഷമാണ് മറ്റൊരു നാവികസേനയുടെ തന്നെ കപ്പലിൽ ഇവരെ ആശുപത്രികളിലേക്ക് മാറ്റിയത്. 22 ജീവനക്കാരായിരുന്നു ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിവരം. അതിൽ 18 പേരാണ് ഇപ്പോൾ നമുക്ക് ഈ 18 പേർ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടത്. ഇനിയും 4 പേരെ ഇപ്പോഴും കണ്ടെത്താനുണ്ട്. അവർക്കായുള്ള തിരച്ചിലും തുടരുകയാണ്. SKN ആണ് വിവരങ്ങൾ നൽകിയത്. ഈ ചരക്ക് കപ്പൽ കത്തിയതിൻ്റെ ഏറ്റവും ആദ്യ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. 4 മിനിറ്റിലധികം ദൈർഘ്യമുള്ള ദൃശ്യങ്ങളിൽ ഇത് പകർത്തിയത് ജീവനക്കാർ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ റെസ്ക്യൂ ബോട്ട് ഇജക്റ്റ് ചെയ്ത് കടലിലേക്ക് അവർ ചാടി മറയാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇതിലുള്ളത്. ജീവനക്കാർ തന്നെ പകർത്തിയ പേടിപ്പെടുത്തുന്ന ചിത്രമാണ് പ്രേക്ഷകരിപ്പോൾ കണ്ടത്. ഈ റെസ്ക്യൂ ബോട്ട് പരിശീലനം കിട്ടിയ ആളുകൾ പ്രത്യേകിച്ച് 22 പേരായിരുന്നു അപ്പോൾ ബോട്ടിലുണ്ടായിരുന്നത്. അതിൽ 18 പേരും ഈ റെസ്ക്യൂ ബോട്ട് വഴി രക്ഷപ്പെട്ട് ഇവരെ പിന്നീട് കപ്പൽ വഴിയൊക്കെ രക്ഷപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഈ 4 പേരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ കപ്പലിനുള്ളിൽ തന്നെ ഉണ്ടോ എന്ന് പോലും സംശയമുണ്ട്. ഇവർക്കായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. പെട്ടെന്ന് കണ്ടെയ്നറുകൾക്ക് തീ പിടിക്കുകയും തീ പടർന്ന് തീ ആളിക്കത്തുകയുമായിരുന്നു. കണ്ടെയ്നറുകളിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് പൊട്ടിത്തെറിയോടെയാണ് തീ പിടിച്ചത്. അപ്പോൾ പൊട്ടിത്തെറി ഉണ്ടായി കണ്ടെയ്നറുകൾ മുഴുവൻ തീ പിടിച്ച് തീ കപ്പലിലേക്ക് പടരുന്ന സമയത്താണ് ഈ ജീവനക്കാർ ഈ ദൃശ്യങ്ങൾ പകർത്താൻ ധൈര്യം കാണിച്ചത്. ഈ കപ്പൽ എന്ത് സംഭവിക്കുന്നുവെന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ ആയിരിക്കാം ഈ ജീവനക്കാർ ഒരുപക്ഷെ ഈ ദൃശ്യം പകർത്തിയത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അറബിക്കടലിൽ പെട്ടെന്ന് ആശങ്കകൾ പടർത്തിക്കൊണ്ട് കരയിലുള്ള ആളുകൾക്ക് ഭീതി പടർത്തിക്കൊണ്ട് ഈ കണ്ടെയ്നറുകൾക്ക് തീ പിടിക്കുമ്പോൾ ഈ ജീവനക്കാർ രക്ഷപ്പെടാനുള്ള തിരക്കിലായിരുന്നു. എന്നാൽ 4 ജീവനക്കാർക്ക് നിർഭാഗ്യവശാൽ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അവർക്കായിട്ട് ഇപ്പോഴും തെരച്ചിൽ നടക്കുകയാണ്. ഇപ്പോൾ വിഷ്ണു സുരേഷ് കൂടി തത്സമയം ചേരുകയാണ്. വിഷ്ണു, കൂടുതൽ വിവരങ്ങൾ ഈ റെസ്ക്യൂ ബോട്ടിൽ നിന്ന് രക്ഷപ്പെടുന്ന ജീവനക്കാരുടെ ദൃശ്യം പകർത്തിയ ജീവനക്കാരൻ്റെ ആത്മബലം നമ്മൾ സമ്മതിച്ചേ പറ്റൂ. പറയൂ, മറ്റെന്തെങ്കിലും വിവരമുണ്ടോ? SKN 9:30 ഈ ഷിപ്പിൽ നിന്ന് പുകയുരുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഷിപ്പിലുണ്ടായിരുന്ന 22 പേരും പ്രാണരക്ഷാർത്ഥം അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ജീവനക്കാർ തന്നെ പകർത്തിയ ആ ദൃശ്യങ്ങളാണ്. അവരുടെ മുഖത്ത് ആ അങ്കലാപ്പും ഭയവും ഒക്കെ വളരെ വ്യക്തമായിട്ടുണ്ട്. അതിൽ അവർ അവിടെ നിന്ന് ലൈഫ് ബോട്ട് വഴി ചാടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീടാണ് ഒരു മെർച്ചന്റ് ഷിപ്പ് അങ്ങോട്ടേക്ക് എത്തി ഇവർക്ക് വേണ്ട ആദ്യ അസിസ്റ്റ് നൽകുന്നത്. ഏകദേശം 12 മണിയോടുകൂടിയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ആദ്യ ഷിപ്പ് ഈ അപകട സ്ഥലത്തെത്തി ഈ 18 പേരെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പിലേക്ക് മാറ്റുന്നത്. അത്രയേറെ സമയത്തെ അവരുടെ ആ പ്രയത്നം അത് എടുത്തു പറയേണ്ടതാണ്. ഒരു പക്ഷേ ഈ തീ ഉയരുന്ന ഘട്ടത്തിൽ സാധാരണഗതിയിൽ കപ്പലുകൾ തീ ഉയരുമ്പോൾ അതിനകത്തുള്ള ഈ നാവികർ തന്നെ തീ അണക്കാനുള്ള ശ്രമം നടത്തും. പക്ഷേ ഇത് ഓപ്പറേഷണൽ മെഷീൻ്റെ അല്ലെങ്കിൽ ഈ കപ്പലിനുണ്ടായ തീപിടുത്തമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കണ്ടെയ്നറുകളിൽ നിന്ന് തീ ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ അത് അനിയന്ത്രിതമായി മാറുകയും ചെയ്തു. പെട്ടെന്ന് അവരുടെ കൺട്രോളിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ പോയി. അതുകൊണ്ടാണ് പ്രാണരക്ഷാർത്ഥം അവർ ഈ കപ്പലിൽ നിന്ന് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയത്. സാധാരണഗതിയിൽ ഏറ്റവും അവസാനത്തെ നിമിഷം വരെ നാവികർ ഈ കപ്പലിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കപ്പലിൽ തുടരുന്നതാണ് പൊതുവെയുള്ള രീതി. ഇപ്പോൾ എൽസ 3 മറിഞ്ഞ ഘട്ടത്തിൽ അതിൽ 3 പേർ അപ്പോഴും ഈ അപകടകരമായ സ്ഥിതിയിൽ പോലും 3 പേർ ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകൾ അതിൽ തുടരുകയും കപ്പൽ നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇവിടെ പക്ഷേ അങ്ങനെയല്ല. ആ 22 പേരും ഈ തീ ഉയരുന്ന പശ്ചാത്തലത്തിൽ തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു പോന്നു. അതിനർത്ഥം വളരെ ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷൻ ഈ തീ ഉയർന്ന ഘട്ടത്തിൽ തന്നെ ആ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നാണ്. ആ ദൃശ്യങ്ങൾ അവർ പകർത്തിയത് ഒരു പക്ഷേ ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ വലിയൊരു എവിഡൻസായി മാറാനുള്ള സാധ്യതയും ഉണ്ട്. അതോടൊപ്പം ഈ 4 പേർക്കായുള്ള തെരച്ചിൽ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് നിലവിൽ ഈ നേവി ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇന്നലെയും ഇന്നുമൊക്കെ ഒരു പ്രതീക്ഷയും ഇന്നലെയും അതിന് മുമ്പുള്ള ദിവസമൊക്കെ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. കാരണം ഈ വസ്തുക്കളെല്ലാം പൂർണ്ണമായും കത്തി നശിക്കുകയും ആ തീ എഞ്ചിൻ റൂമിലേക്ക് എത്തുകയും കപ്പൽ പൂർണ്ണമായും മുങ്ങിപ്പോകുമെന്നുള്ള ആശങ്കയൊക്കെയാണ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. സംഭവങ്ങളെല്ലാം ഒരു കൺട്രോളിലേക്ക് എത്തുന്നു എന്നൊരു ശുഭസൂചന ഈ
ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തീയുടെ ഒരു തോത് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അത് ശക്തമായ വാട്ടർ ജെറ്റ് വഴി പൂർണ്ണമായി കൺട്രോളിലേക്ക് എത്തിക്കാനാകുമെന്ന് അവർ പറയുന്നു. അങ്ങനെ ഈ തീ പൂർണ്ണമായും കെട്ട് പുക ഏതെങ്കിലും തരത്തിൽ ഒരു പകുതി വരെയെങ്കിലും ശമിച്ചു കഴിഞ്ഞാൽ അതിനകത്തേക്ക്, കപ്പലിനകത്തേക്ക് നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെയും നാവിക ഉദ്യോഗസ്ഥർക്കൊക്കെ അകത്തേക്ക് കയറാൻ പറ്റും. അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ അവിടെ പൂർണ്ണമായും വാട്ടർ ഫ്ലഡ് ചെയ്ത് ഫയർ ഫൈറ്റ് ചെയ്ത് ഡയറക്റ്റ് ഫയർ ഫൈറ്റിലൂടെ ഈ കപ്പൽ പൂർണ്ണമായും തീ വിമുക്തമാക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ വീണ്ടും കപ്പലിൻ്റെ കൺട്രോൾ തിരിച്ചെടുത്ത് ഇപ്പോൾ ചെരിഞ്ഞു കിടക്കുന്ന 10 ഡിഗ്രിയോളം 10 മുതൽ 15 ഡിഗ്രി വരെ എന്നാണ് ഇന്നലെ വന്ന റിപ്പോർട്ട്. അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. കാരണം അനുകൂലമായ ഒരു കാലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ആ 10 മുതൽ 15 വരെ ചരിഞ്ഞു കിടക്കുന്ന കപ്പൽ അത് പൂർണ്ണമായും അത് ഉയർത്താനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ പങ്കുവെക്കുന്നത്. അസാധാരണമായ ഒരു വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. SK.